ഹായ് ഫ്രണ്ട്സ്, കോഴ്സ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ ഡിസംബർ മാസത്തിൽ നല്ല രണ്ട് അവസരങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എക്സാമും മറ്റൊന്ന് വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ എക്സാമും ആണത് അല്ലെ. വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ഡിസംബർ 6-ാം തീയതിയും ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എക്സാം നടക്കാൻ പോകുന്നത് ഡിസംബർ 20-ാം തീയതിയുമാണ്. അപ്പൊ ഇതിന്റെ കൺഫർമേഷൻ ഡേറ്റ് വന്നിട്ടുണ്ട് അല്ലെ. സെപ്റ്റംബർ 22 മുതൽ ഒക്ടോബർ 11 വരെയാണെന്നൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു കൺഫർമേഷന്റെ തീയതി എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഒരു സിലബസും വന്നു കഴിഞ്ഞു അല്ലെ. എക്സാം എഴുതാൻ നമ്മൾ അപ്ലൈ ചെയ്തു, നമ്മൾ കൺഫർമേഷൻ കൊടുത്തു, ഇനി പഠിക്കണം, അതിനൊരു സിലബസ് വേണം. അപ്പൊ ഒഫീഷ്യൽ സിലബസ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോ നിങ്ങൾ പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, പ്രത്യേകിച്ച് വനിതാ ഉദ്യോഗാർത്ഥികള് ഈ രണ്ട് പരീക്ഷകൾക്കും ഒരുപോലെ തയ്യാറെടുക്കുന്നവരായിരിക്കും അല്ലെ. അപ്പൊ ഈ രണ്ടാഴ്ച ഡിഫറൻസിൽ ഈ രണ്ട് പരീക്ഷകൾ വന്നപ്പോ ഏതിനെ പ്രിപ്പയർ ചെയ്യണം, ഏത് ഉപേക്ഷിക്കണം എന്നൊക്കെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് പലർക്കും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ബിഗിനർ ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് എന്തായാലും ആ സംശയം ഉണ്ടാകും. ഏതെങ്കിലും ഒരെണ്ണം അങ്ങ് പോട്ടെ, അടുത്തത് പഠിക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ടാകും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നമ്മുടെ കേരള PSC നടത്തുന്ന എല്ലാ കോഴ്സ് ലെവൽ പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഒന്നിച്ച് തയ്യാറെടുക്കാൻ ശരിക്കും പറഞ്ഞാൽ പറ്റും. അതായത് 12th ലെവൽ +2 യോഗ്യതയായിട്ട് വരുന്ന കോഴ്സ് ലെവൽ പരീക്ഷകൾ, അതായത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, അത് ബോത്ത് മെൻ ആൻഡ് വുമൻ എന്നുള്ളത്, അതുപോലെ തന്നെ CPO, WCPO, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള +2 യോഗ്യതയായിട്ട് വരുന്ന പല കോഴ്സ് പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഒരുമിച്ച് തയ്യാറെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിസംബറിലെ പരീക്ഷയെ മാത്രം മുൻനിർത്തിയിട്ടുള്ളതല്ല ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇനി അടുത്ത വർഷം നമുക്ക് CPO യും WCPO ഒക്കെ വിളിക്കാനിരിക്കുകയാണ്. എന്തായാലും അടുത്ത വർഷം അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ഇപ്പോഴേ പഠനം നല്ല രീതിയിൽ തുടങ്ങിക്കാണും അല്ലെ. കഴിഞ്ഞ തവണ ലിസ്റ്റിൽ ഉണ്ടായിട്ടും ജോലി കിട്ടാതെ പോയവര്, അല്ലെങ്കിൽ കട്ട് ഓഫ് വളരെ ചെറിയ വേരിയേഷനിൽ നഷ്ടപ്പെട്ട് പോയവര്, അല്ലെ കട്ട് ഓഫിനുള്ളിൽ കടക്കാതെ പോയവര്, ഇവരൊക്കെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരിക്കും. നിങ്ങളിൽ ഒരുപാട് പേര് കോഴ്സ് പരീക്ഷ സ്വപ്നം കണ്ട് നടക്കുന്നവരാണെന്ന് ഓരോരുത്തർക്കും അറിയാം അല്ലെ. നമ്മൾ ടീച്ചേഴ്സിനൊക്കെ നല്ല ധാരണയുണ്ട്. നിങ്ങളിൽ ഓരോരുത്തർക്കും ഈ കോഴ്സ് പരീക്ഷകൾ അല്ലെങ്കിൽ കോഴ്സ് ലെവൽ ജോലികളോട് വളരെയധികം താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദം ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അപ്പൊ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് രണ്ട് എക്സാമിന്റെ, നമുക്ക് ഡിസംബറിൽ നടക്കുന്ന രണ്ട് എക്സാംസിന്റെ സിലബസ് തന്നെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്ന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ എക്സാം ആണ്, അടുത്തത് എന്ന് പറയുന്നത് വുമൻ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ ഒരു എക്സാം ആണ്. അപ്പൊ രണ്ടിന്റെയും സിലബസ് തമ്മിൽ ബന്ധമുണ്ടോ അല്ലെങ്കിൽ വ്യത്യാസങ്ങളുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന കാര്യം. അപ്പൊ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, ഈ രണ്ട് എക്സാമിന്റെ എന്നല്ല, ഇത് കൂടാതെ CPO, WCPO, അതുപോലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മെൻ അല്ലെ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ മെൻ, ഇതിന്റെ ഒക്കെ സിലബസുകൾക്ക് നല്ല സാദൃശ്യമുണ്ട്, നല്ല സാമ്യതകളുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ വ്യത്യാസം വരുന്നത് ഇവരുടെ സ്പെഷ്യൽ ടോപ്പിക്കുകളിൽ മാത്രമാണ്. നമുക്കറിയാം എല്ലാ കോഴ്സ് ലെവൽ പരീക്ഷകൾക്കും അവസാനത്തെ 20 മാർക്കിന്റെ ചോദ്യം അല്ലെ, അവസാനം സിലബസിന്റെ അവസാനം കൊടുത്തിരിക്കുന്ന 20 മാർക്ക് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാ? ആ തസ്തികയുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കുകളാണ്. ഇപ്പൊ CPO യും WCPO ഒക്കെ ആണെങ്കിൽ പോലീസ് സർവീസുമായി ബന്ധപ്പെട്ടല്ലേ. കഴിഞ്ഞ പരീക്ഷ നടന്നപ്പോൾ സിലബസിൽ വലിയൊരു മാറ്റം വന്നു അല്ലെ. ഭാരതീയ ന്യായ സംഹിതയൊക്കെ കടന്നു വന്നു, BNS ഉം BNSS ഉം ഒക്കെ കടന്നു വന്നു. അപ്പോ ആ തസ്തികയുമായി ബന്ധപ്പെട്ട കുറെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ ആയിരിക്കും 20 മാർക്കിന് നമുക്ക് പഠിക്കേണ്ടി വരും. ഇപ്പൊ CPO യും WCPO ആണെങ്കിൽ BNS ഉം BNSS ഉം ഒക്കെ ആയിരിക്കും. ഇപ്പൊ CEO, നമ്മൾ സിവിൽ എക്സൈസ് ഓഫീസറും വുമൻ സിവിൽ എക്സൈസ് ഓഫീസറും ഒക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ പഠിക്കാനുള്ളത് അബ്കാരി ആക്ടും, അതുപോലെ തന്നെ ഈ പറയുന്ന മദ്യത്തിന്റെ നിർമ്മാണം, അതിന്റെ സംഭരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി, അതിന്റെ നിയമങ്ങളെ പറ്റി കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് പഠിക്കേണ്ടി വരിക. ഇപ്പോ ഫയർ ആൻഡ് റെസ്ക്യൂ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഫസ്റ്റ് എയ്ഡ്, അതുപോലെ തന്നെ തീയുമായിട്ട് ബന്ധപ്പെട്ടത്, തീ ഉണ്ടാകുന്നത് എങ്ങനെ, ഇങ്ങനെയുള്ള കമ്പഷൻ പോലുള്ള പ്രോസസ്സുകളെ പറ്റിയും, അതേപോലെ IT ആക്ട്, വിവരാവകാശ നിയമം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടി വരും. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആകുമ്പോൾ ആ ജോലിയുമായി ബന്ധപ്പെട്ടത് എന്താ? അവരുടെ ജോലി കാട്ടിലാണ് അല്ലെ, ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് വനം, വന്യജീവി സംരക്ഷണ നിയമം, വനസംരക്ഷണ നിയമം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ കോഴ്സ് ലെവൽ പരീക്ഷകൾക്ക് ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് മാത്രമാണ്. ബാക്കി 80 മാർക്ക്, അതായത് നമ്മുടെ സിലബസിന്റെ ലയൺസ് ഷെയർ, ഒരു ഭൂരിഭാഗവും സെയിം ആണ് എല്ലാ കോഴ്സ് പരീക്ഷകൾക്കും. CPO, WCPO, സിവിൽ എക്സൈസ് ഓഫീസർ, വുമൻ സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തുടങ്ങിയിട്ടുള്ള 12th ലെവൽ നമ്മുടെ കോഴ്സ് ലെവൽ കോഴ്സ് പരീക്ഷകൾക്കൊക്കെ സിലബസിൽ 80 മാർക്കിന്റെ ഭാഗം തുല്യമാണ്, സെയിം ആണ്. 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ
മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇപ്പൊ മനസ്സിലായില്ലേ കാര്യം എന്താണെന്ന്? നമുക്ക് ഒറ്റ സിലബസ് വെച്ചിട്ട് കുറെ അധികം പരീക്ഷകൾക്ക് തയ്യാറെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ആ സിലബസ് പെട്ടെന്നൊന്ന് പരിചയപ്പെട്ട് വരാം. ഇപ്പൊ 6 ഭാഗങ്ങളാണ് നമ്മുടെ സിലബസിനുള്ളത്. പ്രധാനമായിട്ടും 6 ഭാഗങ്ങളാണ് നമുക്ക് സിലബസിനുള്ളത്. ഒന്നാം ഭാഗം പൊതുവിജ്ഞാനമാണ്, അതായത് GK ആണ്. ഈ GK യുടെ ഉള്ളിലാണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും പൊളിറ്റിയും അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സയൻസ് വിഷയങ്ങളും ഒക്കെ വരുന്നത് എവിടെയാണ്? ഈ പൊതുവിജ്ഞാനത്തിന്റെ ഉള്ളിലാണ്. പൊതുവിജ്ഞാനത്തിന്റെ ഭാഗത്ത് നിന്ന് 40 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും നമുക്ക് ഉണ്ടാവുക. പൊതുവിജ്ഞാനത്തിന്റെ ഭാഗത്ത് നിന്നും 40 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്കുണ്ടാകും. ഇനി രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ലെ? PSC നമ്മുടെ മാർക്കിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തകിടം മറിക്കുന്ന കാര്യമാണ് ആനുകാലികങ്ങൾ, കറണ്ട് അഫെയർ. CA എന്ന് പറയും നമ്മള്, കറണ്ട് അഫെയർ അല്ലെ? കറണ്ട് അഫെയറിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ബഹുദൂരം മുന്നിൽ പോകുമെന്നാ പറയുന്നേ. വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമാണ് CA, കറണ്ട് അഫെയർ എന്ന് പറയുന്നത്. കറണ്ട് അഫെയർ ഒരു 10 മാർക്കിന് ചോദിക്കും. ശാസ്ത്ര സാങ്കേതിക രംഗം, കലാസാഹിത്യ രംഗം, സിനിമ, രാഷ്ട്രീയം തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളെയും സംബന്ധിച്ചിട്ടുള്ള ആനുകാലിക വിവരങ്ങൾ 10 മാർക്കിന്റെ ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഉണ്ട്. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുന്നതാണ് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാടവവും. അതായത് സിമ്പിൾ അരിത്തമെറ്റിക് ഉണ്ടാകും നമ്മുടെ, അതുപോലെ തന്നെ മാനസിക ശേഷി ഉണ്ടായിരിക്കും, നിരീക്ഷണ പാടവം ഉണ്ടായിരിക്കും. നമ്മുടെ മെന്റൽ എബിലിറ്റിയും റീസണിങ്ങും, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയും റീസണിങ്ങും കൂടെ ചേരുന്നത് ഒരു 10 മാർക്കിന് ഉണ്ടായിരിക്കും. മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റിയും റീസണിങ്ങും 10 മാർക്കിന് ഉണ്ടായിരിക്കും. ഇപ്പൊ തന്നെ എത്രയായി? ഈ ഒരു 3 ഭാഗങ്ങളിൽ നിന്ന് തന്നെ 60 മാർക്കിനുള്ളതായി അല്ലേ? ഇനി അടുത്ത 3 ഭാഗങ്ങൾ ഏതൊക്കെയാന്ന് നോക്കിക്കേ. അടുത്ത 3 ഭാഗമാണ് ജനറൽ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് എത്ര മാർക്കിനാണ്? 10 മാർക്കിനാണെന്ന് നമുക്കറിയാം. പ്രാദേശിക ഭാഷ, അതായത് നമ്മുടെ മലയാളം, റീജിയണൽ ലാംഗ്വേജ് എത്ര മാർക്കിന്? 10 മാർക്കിന്. ഇപ്പൊ എത്രയായി? ഇതെല്ലാം കൂടി 80 മാർക്കായില്ലേ? ആദ്യത്തെ 60, ഇതൊരു 20, 80 മാർക്കായി. ഇനി ആറാമത്തെ ഭാഗമാണ് തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കുകൾ, 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് കോഴ്സ് ലെവൽ പരീക്ഷകളുടെ സിലബസിന്റെ ഒരു പൊതുഘടന എന്ന് പറയുന്നത്. അപ്പൊ ഈ പൊതുഘടനയെ വെച്ചിട്ട് ഇനി നമുക്ക് ഏറ്റവും കൂടുതൽ സംശയം വരുന്നത്, പൊതുവിജ്ഞാനം 40 മാർക്കിന് ചോദിക്കും. ഏതേത് ഭാഗത്ത് നിന്ന് എത്ര മാർക്കിന് ചോദിക്കും? പൊതുവിജ്ഞാനം എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, പൊളിറ്റി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പൊ ഇതിനകത്തുനിന്ന് ഓരോന്നിനകത്തുനിന്നും എത്ര മാർക്കിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങളുടെ ഒരു സംശയമായിരിക്കും. അപ്പൊ നമുക്ക് അതിനെ ഒന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം. നമ്മൾ പറഞ്ഞു പൊതുവിജ്ഞാനം 40 മാർക്കിന്റെ ചോദ്യങ്ങളാ വരുന്നത് അല്ലെ? പൊതുവിജ്ഞാനത്തിന്റെ ഭാഗത്തു നിന്നും 40 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അതില് 5 മാർക്ക് ചരിത്രത്തിനുള്ളതാണ്. ഈ ചരിത്രം എന്ന് പറയുമ്പോ കേരള ഹിസ്റ്ററി വരും, ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററിയും വരുന്നുണ്ട്. കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും വരുന്നുണ്ട്. മനസ്സിലായോ? കേരള ചരിത്രം, കേരളത്തിന്റെ ചരിത്രം വരുന്നുണ്ട്. തിരുവിതാംകൂർ രാജാക്കന്മാര്, ഐക്യ കേരള പ്രസ്ഥാനം, അതിനുശേഷം പ്രത്യേകിച്ചും മാർത്താണ്ഡവർമ്മ മുതലുള്ള രാജാക്കന്മാര്, തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ഭരണ ചരിത്രം, അതുപോലെ തന്നെ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം കേരള ഹിസ്റ്ററിയുടെ ഭാഗമാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിലോ? ഇന്ത്യൻ ഹിസ്റ്ററിയില് ഏൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, അതുപോലെ തന്നെ പ്രത്യേകിച്ചും സ്വാതന്ത്ര്യ സമരം, ഒന്നാം സ്വാതന്ത്ര്യ സമരം, പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ അല്ലെ, സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഇന്ത്യയുടെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വളർച്ച, സംസ്ഥാന പുനഃസംഘടന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ട് വരുന്നു. ഇനി വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗമാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലോകത്തെ മാറ്റിമറിച്ച വിപ്ലവങ്ങളെ പറ്റി, ദ ഗ്രേറ്റ് റെവല്യൂഷൻ ഓഫ് ബ്രിട്ടൻ അല്ലെ, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം, ചൈനീസ് വിപ്ലവം, അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം, റഷ്യൻ വിപ്ലവം പോലെയുള്ള വിപ്ലവങ്ങളൊക്കെ വരുന്നത് വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗം. അപ്പൊ കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും കൂടെ ചേർത്ത് 5 മാർക്കിന്റെ ചോദ്യം. പൊതുവിജ്ഞാനത്തിലെ ആദ്യത്തെ 5 മാർക്ക് ഹിസ്റ്ററിക്കുള്ളതാ. രണ്ടാമത്തേതാണ് ഭൂമിശാസ്ത്രം അഥവാ ജോഗ്രഫി എന്ന് പറയും. ജോഗ്രഫിയുടെ ഭാഗത്ത് നിന്നും 5 മാർക്ക്. നമ്മൾ ഹിസ്റ്ററിയിൽ പറഞ്ഞതുപോലെ തന്നെ ജോഗ്രഫിയിലും കേരള ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി, അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ജോഗ്രഫിയുടെ കേസിലും കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫി. കേരള ജോഗ്രഫിയിൽ കേരളത്തിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഘടന, അതുപോലെ തന്നെ കൃഷിരീതികൾ, നദികൾ, ജലസേചന സംവിധാനങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റി, വ്യവസായങ്ങൾ തുടങ്ങിയിട്ടുള്ളതിനെയൊക്കെ പറ്റിയിട്ട് പഠിക്കണം. ഇന്ത്യൻ
ജോഗ്രഫി ആണെങ്കിലും അങ്ങനെ തന്നെ. ഇനി വേൾഡ് ജോഗ്രഫിയിലാണെങ്കിൽ നമ്മൾ പഠിക്കുന്നത് കാറ്റുകള്, ഋതുക്കൾ ഉണ്ടാവുന്നതിന്റെ കാരണങ്ങള്, ഓഷ്യൻ കറന്റ്സ്, സമുദ്രജല പ്രവാഹങ്ങള് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നമ്മൾ എവിടെ പഠിക്കും? വേൾഡ് ജോഗ്രഫിയിൽ നമുക്ക് പഠിക്കാനുണ്ട്. അടുത്തതാണ് ധനതത്വശാസ്ത്രം എന്ന് പറയുന്നത് അഥവാ എക്കണോമിക്സ്. എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് 5 മാർക്കിന്റെ ചോദ്യങ്ങൾ അല്ലെ. പഞ്ചവത്സര പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങള് അവിടെയാണ് വരുന്നത്. അടുത്തത് ഏറ്റവും നോക്കിക്കേ, നമ്മുടെ പൊതുവിജ്ഞാനത്തിൽ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഭരണഘടനയിൽ നിന്നാണ്. നമ്മുടെ ഭരണഘടനയിൽ നിന്ന്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് 8 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. എത്ര മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും? 8 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് എവിടെ നിന്ന് പ്രതീക്ഷിക്കാം? കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെയോ നമ്മുടെ ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ഒരു 3 മാർക്കിന്റെ ചോദ്യങ്ങൾ, കേരളം ഭരണവും ഭരണ സംവിധാനവും എന്ന് പറയുന്ന ഭാഗത്ത് ഒരു 3 മാർക്കിന്റെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. അടുത്തതാണ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും. 4 മാർക്കിന്റെ ചോദ്യങ്ങളാണല്ലേ. ബയോളജിയും പബ്ലിക് ഹെൽത്ത് സർവീസും കൂടാണ് വരുന്നത്. 4 മാർക്കിന്റെ ചോദ്യങ്ങൾ. ഇനി ഭൗതിക ശാസ്ത്രം, ഫിസിക്സിൽ നിന്നൊരു 3 മാർക്കിന്റെ ചോദ്യങ്ങൾ, രസതന്ത്രം, കെമിസ്ട്രിയിൽ നിന്ന് വീണ്ടും ഒരു 3 മാർക്കിന്റെ ചോദ്യങ്ങൾ, പിന്നെയോ കല, സാഹിത്യം, സംസ്കാരം, കായികം, ഈ 4 ടോപ്പിക്കും കൂടി 4 മാർക്കിന്റെ ചോദ്യം. ചിലപ്പോ ഓരോന്നിനകത്തുനിന്ന് ഓരോ മാർക്ക് വീതേ വരത്തുള്ളൂ. കലയൊന്ന്, സാഹിത്യം ഒന്ന്, സംസ്കാരം ഒന്ന്, കായികം ഒന്ന്, 4 മാർക്കിന്റെ ചോദ്യങ്ങൾ. പക്ഷെ ഈ രംഗത്തുനിന്നൊക്കെയുള്ള കറണ്ട് അഫയർ എവിടെ വരും? ആനുകാലികങ്ങളുടെ കൂട്ടത്തിൽ വരും. പ്രത്യേകിച്ചും കലാ, സാഹിത്യം, സംസ്കാരം, കായികം ഈ മേഖലയിൽ നിന്ന് കറണ്ട് അഫയർ പഠിച്ചു വെക്കണം. ഇപ്പൊ കലയുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ ഏതെങ്കിലും കലാകാരന്മാർ അന്തരിച്ചു പോയിട്ടുണ്ടോ? ആർക്കെങ്കിലും പത്മ പുരസ്കാരങ്ങൾ പോലെയുള്ള വലിയ പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? സാഹിത്യത്തിലാണെങ്കിൽ പുതിയ ഏതെങ്കിലും കൃതികൾ പബ്ലിഷ് ആയിട്ടുണ്ടോ? ആരുടെ ഏതെങ്കിലും സാഹിത്യകാരന്മാരുടെ ജന്മവാർഷികമോ ചരമവാർഷികമോ വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും പുതിയ ലിറ്റററി അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കണം. സംസ്കാരത്തിന്റെ കേസിലാണെങ്കിൽ ഏതെങ്കിലും പുതിയ ഉത്സവങ്ങള് അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് നടന്ന വള്ളംകളികള് അല്ലെ, കേരളത്തിലെ ക്ഷേത്രങ്ങളെ പറ്റി ഒക്കെ പഠിച്ചു വെക്കണം. കായികമാണെങ്കിൽ ഒളിമ്പിക്സ്, കോമൺവെൽത്ത് ഗെയിംസ് പോലുള്ള മത്സരങ്ങളെ പറ്റിയും സമീപകാലത്ത് നടന്നിട്ടുള്ള എല്ലാത്തരം കായിക മത്സരങ്ങളെ പറ്റിയും നമ്മൾ ആനുകാലികങ്ങൾ റെഫർ ചെയ്ത് തന്നെ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക് ആനുകാലികങ്ങൾക്ക് നല്ല സ്കോപ്പ് ഉള്ളൊരു ടോപ്പിക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അപ്പൊ ഇത്രയുമാണ് എന്ത് എന്ന് പറയുന്നത് 40 മാർക്കിന്റെ പൊതുവിജ്ഞാനം എന്ന് പറയുന്നത്. 40 മാർക്കിന്റെ പൊതുവിജ്ഞാനത്തിൽ എന്തൊക്കെയുണ്ട്? 5 മാർക്കിന് ചരിത്രമുണ്ട്, 5 മാർക്കിന് ഭൂമിശാസ്ത്രമുണ്ട്, 5 മാർക്കിന് ധനതത്വശാസ്ത്രം അഥവാ എക്കണോമിക്സ് ഉണ്ട്, 8 മാർക്കിന് ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, 3 മാർക്കിന് ഭരണവും ഭരണ സംവിധാനവും ഉണ്ട്, 4 മാർക്കിന്റെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും, അതുപോലെ തന്നെ 3 മാർക്കിന് കെമിസ്ട്രിയും, 3 മാർക്കിന് ഫിസിക്സും, 4 മാർക്കിന് കലാ, സാഹിത്യം, സംസ്കാരം, കായികം. ഇത്രയും ഭാഗങ്ങൾ എവിടെ വരുന്നുണ്ട്? നമുക്ക് നമ്മുടെ GK ഭാഗമായിട്ട് വരുന്നുണ്ട്. അടുത്തത് ആനുകാലികങ്ങൾ ഉണ്ടല്ലേ. ആനുകാലികങ്ങളുടെ കേസ് നമ്മൾ പറഞ്ഞു ഓൾറെഡി. ഈ പറഞ്ഞ ടോപ്പിക്കുകൾക്കൊക്കെ ആനുകാലികം വരും. ആനുകാലികങ്ങൾ കറണ്ട് അഫയർ ഒരു 10 മാർക്കിനാ വരുന്നേ. കറണ്ട് അഫയർ ചേഞ്ച് ചെയ്തോണ്ടേ ഇരിക്കുന്ന സാധനമാണല്ലോ. അപ്പൊ അത് 10 മാർക്കിന് വരുന്നുണ്ട്. അടുത്തതാണ് ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും. മാത്സും മെന്റൽ എബിലിറ്റിയും റീസണിങ്ങും 10 മാർക്കിന്റെ ചോദ്യമല്ലേ. അതിനകത്ത് ലഘുഗണിതം, സിമ്പിൾ അരിത്തമെറ്റിക്, അത് 5 മാർക്കിന് ചോദിക്കും. അവിടെയാണ് നമ്മുടെ സമയവും ദൂരവും, സമയവും ജോലിയും, അതുപോലെ തന്നെ ക്ലോക്കും കോണളവും തുടങ്ങിയിട്ടുള്ള തരത്തിലുള്ള അംശബന്ധം, ദശാംശം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എവിടെ വരും? ലഘുഗണിതത്തിൽ വരും. ലഘുഗണിതത്തിൽ നിന്ന് 5 മാർക്കിന്റെ ചോദ്യം വരും. ഇനി മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും മെന്റൽ എബിലിറ്റിയും റീസണിങ്ങും അവിടെയും 5 മാർക്കിന്റെ ചോദ്യങ്ങൾ ഉണ്ടാകും. അവിടെയാണ് നമുക്ക് ഈ പറയുന്നത് പോലെ പാറ്റേണുകള്, അതേപോലെ സംഖ്യാശ്രേണികള് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നത്. മനസ്സിലായോ? ക്ലിയർ അല്ലേടാ? അപ്പം ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവും കൂടി ഒരു 10 മാർക്കിന് വരുന്നു. അടുത്തതാണ് ജനറൽ ഇംഗ്ലീഷ്. ഇംഗ്ലീഷില് ഗ്രാമറിന് ഒരു 5 മാർക്ക്, വൊക്കാബുലറിക്ക് അടുത്ത 5 മാർക്ക്, അങ്ങനെ മുഴുവൻ 10 മാർക്കിന്റെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ നിന്ന് വരും. ഇനി പ്രാദേശിക ഭാഷ മലയാളമാണല്ലേ. മലയാളം, തമിഴ് അല്ലെങ്കിൽ കന്നഡ എന്നുള്ളതാണ്. നമ്മൾ ഭൂരിഭാഗം പേരും ഓപ്റ്റ് ചെയ്യുന്നത് മലയാളം തന്നെയാണ്. മലയാളത്തിനും 10 മാർക്കിന് ചോദിക്കും. അവിടെ പറയുന്ന പോലെ ഗ്രാമറും വൊക്കാബുലറിയും അവിടെയും കടന്നു വരുന്നു. പിന്നെ ജനറൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ എന്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്? മറ്റു ടോപ്പിക്കുകളിലും ഉണ്ട്. എന്ത്?
SCERT എന്ന് പറയുന്നത്. SCERTയുടെ ഇൻഫ്ലുവൻസ് മറ്റുള്ള സബ്ജക്റ്റുകളിൽ ഉള്ളതുപോലെ തന്നെ ലാംഗ്വേജിന്റെ കേസിലുമുണ്ട്. പ്രത്യേകിച്ചും പര്യായ പദങ്ങൾ അല്ലെ ആന്റണിംസും സിനണിംസും ഇംഗ്ലീഷിൽ ചോദിക്കുന്നത് പോലെ മലയാളത്തിലെ പര്യായങ്ങള്, വിപരീതങ്ങള്, അതുപോലെ ശൈലികള്, ഇഡിയംസും ഫ്രേസസും ഒക്കെ SCERT ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ട് വരാറുണ്ട്. ക്വസ്റ്റ്യൻ ടാഗ് ഇതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ബേസിൽ വരാറുണ്ട് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്തതാണ് സ്പെഷ്യൽ ടോപ്പിക് അല്ലെ 20 മാർക്കിന് തസ്തികയുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കുകൾ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മളിപ്പോ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ പരീക്ഷയ്ക്കാണ് തയ്യാറെടുക്കുന്നെങ്കിൽ അവർക്ക് പഠിക്കാനുള്ളത് വനം വന്യജീവി വകുപ്പിനെ കുറിച്ചാണ്. വനസംരക്ഷണ നിയമം, വന്യജീവി സംരക്ഷണ നിയമം, വന്യജീവികളുടെയും വനത്തിന്റെയും പരിപാലനം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കണം. അതിന്റെ കൂടെ അവർ പഠിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്, വനസംരക്ഷണം. ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊപ്പം IT ആക്ട് പഠിക്കണം. അതായത് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അല്ലെ, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000, IT ആക്ട് 2000-ലെ IT ആക്ട് പഠിക്കണം. IT ആക്ടിൽ നിന്നൊരു 2 മാർക്കിന്റെ ചോദ്യങ്ങൾ, അതായത് 20 മാർക്കിൽ 2 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്തിൽ നിന്നുള്ളതാ? IT ആക്ടിൽ നിന്നുള്ളതാ. എടാ, ഈ IT ആക്ട് എന്ന് പറയുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനുമുണ്ട്, വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിനുമുണ്ട്, CPOയ്ക്കുമുണ്ട്, CEOയ്ക്കുമുണ്ട്. എല്ലാത്തിനും എന്തുണ്ട്? 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിനകത്ത് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ. 2 ചോദ്യങ്ങൾ എവിടെ നിന്നായിരിക്കും? IT ആക്ടിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും. ബാക്കിയുള്ള 18 മാർക്ക് എന്ന് പറയുന്നത് അവരുടെ ഡിപ്പാർട്ട്മെന്റിനനുസരിച്ച് മാറും. ഇപ്പോ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന് വനം വന്യജീവി ആണെങ്കിൽ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന് എന്തൊക്കെ വരും? ഫസ്റ്റ് എയ്ഡ് വരും ഇല്ലേ? അതുപോലെ തന്നെ കമ്പഷൻ വരും, അതായത് തീ കത്തുന്ന പ്രതിഭാസത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വരും. അത് കെമിസ്ട്രി റിലേറ്റഡ് ആയിട്ടുള്ള കുറെ ടോപ്പിക്കുകളാണ് അവിടെ വരുന്നത്. ഫസ്റ്റ് എയ്ഡ് ഒക്കെ നല്ല രീതിയിൽ ചോദ്യം വരുന്ന മേഖലകളാണ്. പിന്നെ CEO, WCEO പോലുള്ള പരീക്ഷകൾക്കാണെങ്കിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പിരിറ്റ് അല്ലെങ്കിൽ ആൽക്കഹോൾ, ഇതിന്റെയൊക്കെ നിർമ്മാണം, ഇതിന്റെയൊക്കെ സംഭരണം, അതിന്റെയൊക്കെ സൂക്ഷിച്ചു വെപ്പുകൾ, ഇതിന്റെയൊക്കെ കയ്യിൽ വെക്കാൻ പറ്റുന്ന അളവിന്റെ ഒരു മെഷർമെന്റ്, ഇതൊക്കെ ആയിരിക്കും എവിടെ വരുന്നത്? CEO, WCEO, അതായത് സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് വരുന്നത്. ഇനി നമ്മൾ സിവിൽ പോലീസ് ഓഫീസറിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഭാരതീയ ന്യായ സംഹിത അല്ലെ, BNSS ഒക്കെ ആയിരിക്കും അവിടുത്തെ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ 100 മാർക്കിന്റെ നമ്മുടെ ഫോഴ്സ് ലെവൽ പരീക്ഷയുടെ 100 മാർക്കിന്റെ സിലബസിനെ എങ്ങനെ തിരിച്ചിട്ടുണ്ട്? 80 മാർക്കിന്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് GKയും കറണ്ട് അഫെയറും മറ്റുള്ള ടോപ്പിക്കുകളും ചേരുന്നത് സ്റ്റാറ്റിക് ആണ്. 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ മാത്രമേ മാറുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് ഫോഴ്സ് ലെവൽ പരീക്ഷയ്ക്കും ഒറ്റയടിക്ക് പഠിക്കാം, സിമ്പിൾ ആയിട്ട് പഠിക്കാം. കാര്യം ആദ്യം മെജോറിറ്റി മാർക്ക് വരുന്നത് ഇവിടെ നിന്നായതുകൊണ്ട് അതിനൊന്ന് ഫോക്കസ് കൊടുക്കുക. ഇവിടെ 20 മാർക്കിന്റെ സ്പെഷ്യൽ ടോപ്പിക് നിങ്ങൾ തയ്യാറെടുക്കുന്ന തസ്തിക ഏതാണോ അതിനനുസരിച്ച് പഠിച്ചു തുടങ്ങി. ഇപ്പൊ ഡിസംബറിലെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണും അല്ലെ? നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം പഠിച്ചു തുടങ്ങുക. 80 മാർക്കിന്റെ ജനറൽ ടോപ്പിക്കുകളെല്ലാം പഠിക്കുക. എന്നിട്ട് അതിനോടൊപ്പം സ്പെഷ്യൽ ടോപ്പിക്കിനുള്ള സമയം ഇടയിലിടയിൽ കണ്ടെത്തി പഠിക്കാനായിട്ട് ശ്രമിക്കുക. അത്രമാത്രം മതിയാകും. വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് കോഴ്സ് ലെവൽ പരീക്ഷകൾ ഈസിലി ക്ലിയർ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. PYQs ഏകദേശം ഒരു 2021 മുതൽ 2025 വരെ കാലത്ത് നടത്തിയിട്ടുള്ള PSCയുടെ മുൻ വർഷ ചോദ്യ പേപ്പറുകളെ എടുത്ത് നിങ്ങൾ പരിശീലിക്കണം. അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. ഈ പറഞ്ഞ 80-ൽ 30 മാർക്കിന്റെ ചോദ്യങ്ങളും മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്നാണ്. ഈ ഒരു ട്രയോ ഉണ്ടല്ലോ, ഈ 3 പേരാണ് നിങ്ങളുടെ റാങ്ക് ബൂസ്റ്റേഴ്സ്. നിങ്ങളുടെ റാങ്കിനെ നിർണ്ണയിക്കുന്നത് ഈ 30 മാർക്ക്. ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സുഖമായിട്ട് ഈ 30 മാർക്ക് നിങ്ങളുടെ കയ്യിലിരിക്കും. എങ്ങനെ പോയാലും നല്ല രീതിയിൽ പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്സിനും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു 9 അല്ലെങ്കിൽ 8, 9, 10 ഈ മാർക്ക് റേഞ്ചിൽ സ്കോർ ചെയ്യാൻ സുഖമായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ PYQസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇപ്പൊ ഭരണഘടനയിൽ നിന്നൊക്കെ വന്ന ചോദ്യങ്ങള്, GKയുടെ ഭാഗത്തിനൊക്കെ നമുക്ക് PYQസിനെയൊക്കെ ഏറെക്കുറെയൊക്കെ ഒരു പരിധി വരെ നമുക്ക് ആശ്രയിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷും മലയാളത്തിനും നമുക്ക് എന്ത് ചെയ്യാം? PYQസിനെ ആശ്രയിക്കാൻ പറ്റും. അതുപോലെ SCERT ടെക്സ്റ്റ് ബുക്കിനെ ആശ്രയിക്കാൻ പറ്റും. കൂടുതൽ ഫോക്കസ് ഇവിടെയും കൊടുക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മളൊന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ഫോഴ്സ് ലെവൽ പരീക്ഷകൾ നമുക്ക് തയ്യാറെടുക്കാൻ പറ്റും. നമുക്ക് നല്ല വിജയം നേടാൻ പറ്റും. ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഡിസംബറിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കും അടുത്ത വർഷത്തെ മറ്റു കോഴ്സ് പരീക്ഷകൾക്ക് കാത്തിരിക്കുന്നവർക്കും ഒക്കെ ഇതൊരു
നല്ല ഒരു അവസരമാണ്. ഈ ഒരു സിലബസിനെ ഇങ്ങനെ വെച്ച് പഠിക്കുന്നത് വളരെ ഉപകാരപ്രദമാണ്. അപ്പൊ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പഠന രീതികളൊക്കെ മുന്നോട്ട് പോകട്ടെ. വീണ്ടും നമുക്ക് പുതിയ പുതിയ വീഡിയോസിലൂടെ കാണാം. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പരീക്ഷയുമായി ബന്ധപ്പെട്ട്, പഠന രീതിയുമായി ബന്ധപ്പെട്ട്, സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ നിങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. ഇപ്പൊ തന്നെ ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു.